അപ്പോൾ നമ്മൾ ഇന്ന് ചപ്പാത്തിയുടെയും അപ്പത്തിന്റെയും ബ്രെഡിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലല്ല, കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നത്. പക്ഷെ ടേസ്റ്റ് വരുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുട്ടക്കറിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും ഉറപ്പായിട്ടും മുട്ടക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും തേങ്ങയൊക്കെ ചേർത്തിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ? നിങ്ങൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയൊന്നുമില്ല, നമ്മള് സവാളയും തക്കാളിയൊക്കെ ചേർത്ത് അരച്ചൊക്കെ എടുക്കുന്നതാണ്. കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ടേസ്റ്റിൽ വളരെ നല്ലൊരു വ്യത്യസ്തമായ ടേസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുട്ടക്കറി റെഡി ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 4 മുട്ടയ്ക്കായിട്ട് 4 വലിയ സവോള, അല്ലെങ്കിൽ ചെറിയ സവോള ആണെങ്കിൽ 6 ചെറിയ സവോള എടുക്കാം. പിന്നെ ഞാനിപ്പോൾ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് അരയ്ക്കാനും വഴറ്റാനും എല്ലാം ചേർത്തിട്ടാണ് തക്കാളി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 1 പീസ് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്. അപ്പോൾ ആദ്യം നമുക്ക് സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് അരയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ നമ്മളിത് അരയ്ക്കാനും കൂടി എടുക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയിട്ട് അത് മാറ്റി വയ്ക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചോപ്പ് ചെയ്തതാണെങ്കിൽ ഒരുമിച്ച് തന്നെ വഴറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ ഈ അരയ്ക്കാൻ വേണ്ടി മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി മാറ്റി വയ്ക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങി. ഇതൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ, നന്നായിട്ട് കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, വേഗം ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ കറിവേപ്പിലയോ പച്ചമുളകോ ഒന്നും ആഡ് ചെയ്യില്ല കേട്ടോ. ഈ സവോളയൊന്ന് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നതും കുറച്ച് മാറ്റിയെടുക്കുന്നതും. അപ്പോൾ സവോളയൊന്ന് സോഫ്റ്റായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ സവോളയൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് പകുതി ഞാൻ എടുത്ത് മാറ്റാണ്. അത് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള സവോള നന്നായിട്ട് ബ്രൗൺ ആയി വരുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. അതിന് ശേഷമാണ് പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യം വഴറ്റി മാറ്റി വെച്ച സവോളയുടെ ചൂടൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് അരയ്ക്കാനുള്ള കാര്യങ്ങൾ ചേർക്കാം അതിലേക്ക്. അപ്പോൾ ഈ ബാക്കിയുള്ള സവാളയിലേക്ക് നമുക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. നമ്മൾ പച്ചമുളക് അരയ്ക്കാത്തത് കൊണ്ടാണ് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് കളർ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എരിവിനായിട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് കളറും കൂടി കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ അളവ് കുറയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ കളർ മാത്രമേ അധികം ഉണ്ടാവുള്ളൂ, എരിവ് കുറവായിരിക്കും. പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഈ പൊടികളുടെ റോ ടേസ്റ്റും റോ സ്മെല്ലും മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളിയും ചേർത്ത് മിക്സായി വരുമ്പോൾ പൊടികൾ കറക്റ്റായിട്ട് കുക്കായിക്കോളും. അപ്പോൾ കണ്ടോ, ഇളക്കി വരുമ്പോൾ തന്നെ പൊടികൾ ആ സവോളയിലുള്ള വെളിച്ചെണ്ണ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പൊടികൾ ചേർത്ത് വഴറ്റിയിട്ട് അരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരയ്ക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഗ്രേവിയിൽ അരപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, സവോളയൊന്നും കാണാനേ പറ്റില്ല.
നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ കുറച്ച് സവോള അരച്ച് ചേർക്കുമ്പോൾ ആ ഗ്രേവിക്ക് കൊഴുപ്പുണ്ടാവുകയും ചെയ്യും, പിന്നെ നമ്മുടെ ഗ്രേവിയിൽ സവോള കുറച്ചൊക്കെ ഉണ്ടാവുകയും ചെയ്യും, ഇങ്ങനെ 2 രീതിയിൽ ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാണ് വയ്ക്കുന്നതെങ്കിൽ 2 മിനിറ്റ് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ചെറിയ ബർണറിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമെന്നും ലോ ഫ്ലെയിമെന്നും പ്രത്യേകം പറഞ്ഞത്. വലിയ ബർണറിലാണെങ്കിൽ ഒരിക്കലും പൊടികൾ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, വേഗം തന്നെ പൊടികൾ കരിഞ്ഞു പോവും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. നമ്മുടെ പൊടികളൊക്കെ ഏകദേശം കുക്കായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ തക്കാളി ഞാൻ ചേർക്കുന്നത് ഒരു വലിയ തക്കാളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ 2 ചെറിയ തക്കാളിയാണ് അരയ്ക്കാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പുളിക്കനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ, തക്കാളിയുടെ എണ്ണമൊക്കെ. ഈ തക്കാളിയും സവോളയും എല്ലാം ചേർന്നൊന്ന് കുക്കായി വരട്ടെ. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഇനി അടച്ച് വയ്ക്കാൻ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല, ലോ ഫ്ലെയിമിലിരുന്ന് കുക്കായിക്കോളും. ആ സമയത്ത് തന്നെ നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ ആദ്യം വഴറ്റി മാറ്റി വെച്ചില്ലേ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ നമ്മുടെ തക്കാളി, പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് കാഷ്യൂനട്ടാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവനുസരിച്ച് ചേർക്കാം. കുറേ അധികം ചേർക്കേണ്ട, ഒരു 10-12 എണ്ണം ചേർത്താലും മതി. അപ്പോൾ ഇത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. പിന്നെ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്നും കുക്കായി തുടങ്ങിയിട്ടില്ല, നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളത് കൊണ്ട് തന്നെ വേഗം അരഞ്ഞു കിട്ടും കേട്ടോ, വെള്ളം ചേർക്കാതെ തന്നെ അരഞ്ഞു കിട്ടുന്നതാണ്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ആ അരപ്പെല്ലാം നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. അതുപോലെ കുറച്ച് ചൂടുവെള്ളവും റെഡിയാക്കി വയ്ക്കുക. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് ചൂടുവെള്ളം റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുന്നത് സാധാരണ നമ്മൾ എടുക്കുന്ന വെള്ളമാണ്, ചൂടുവെള്ളമല്ല. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ കേട്ടോ, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കുക്കായി വരുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവോളയ്ക്ക് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, നമ്മുടെ ഗ്രേവിക്ക് ഉപ്പ് ഉണ്ടാവില്ല. ആ തക്കാളിയും കാഷ്നട്ട് നമ്മൾ കുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ റോ ടേസ്റ്റ് ഉണ്ടാവും, അത് മാറുന്നതിനാണ് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രേവി ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. തിളച്ച വെള്ളം തന്നെ ചേർക്കാം. നമ്മൾ കാഷ്നട്ട് അരച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ വേഗം തന്നെ കുറുകി വരും. അപ്പോൾ കുറച്ച് സമയം ഗ്രേവി ഒന്ന് തിളയ്ക്കണം, അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ചേർക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മുട്ട ചേർക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കറി തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് മുട്ടയും കൂടി ചേർക്കാം. മുട്ട വരഞ്ഞിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇവിടെ കിച്ചൂസിന് മുട്ട വരഞ്ഞിട്ട് ചേർക്കുന്നത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മുട്ട വരയാതെ തന്നെ ചേർക്കുകയാണ്. അപ്പോൾ മുട്ട വരഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ മുട്ടയുടെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മസാല ഒന്നുകൂടി ഒന്ന് കുറുകി വരും, ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ കൂടി വരും. പിന്നെ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാൻ പോവാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയി. ഇതിലേക്ക് നമുക്കിനി 2 പിഞ്ച് പഞ്ചസാരയും കൂടി ചേർക്കാം. ആ പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവാനാണ് 2 പിഞ്ച് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക.
ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂട് ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ ചേർത്തിട്ട് കഴിക്കാം. ചൂടോടുകൂടെ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഗ്രേവി നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന പാകത്തിൽ വേണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റും കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഗ്രേവി നമ്മുടെ മുട്ടയിലേക്ക് നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന പാകത്തിലായി കിട്ടും. അപ്പോൾ നമുക്ക് മുട്ടക്കറി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു മുട്ട മാത്രം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉടനെ തന്നെ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ് കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ഐക്കണിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.